നമസ്കാരം. എൻ്റെ പേര് അനക്സ് എന്നാണ്. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഖത്തർ വിസ സെൻറ്റർ QVC എങ്ങനെയാണ് അതിൻ്റെ അപ്ഡേറ്റ്സ് അറിയുന്നത്, എങ്ങനെയാണ് എത്ര ദിവസം എടുക്കും അതിൻ്റെ റിസൾട്ട്സ് അറിയാൻ എന്നുള്ളതിനെ പറ്റിയൊക്കെയാണ്. നമ്മുടെ QVC എന്ന് പറയുന്നത് ഖത്തർ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന അവരുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയേഴ്സിൻ്റെ കീഴിൽ വരുന്നതാണ് ഖത്തർ വിസ സെൻറ്റർ എന്ന് പറയുന്നത്. ഈ ഖത്തർ വിസ സെൻറ്റർ വഴിയാണ് നമുക്ക് ഖത്തറിലേക്കുള്ള വിസ ഇഷ്യൂ ചെയ്യുന്ന അതോറിറ്റി എന്ന് പറയുന്നത് ഖത്തർ വിസ സെൻറ്ററാണ്. അപ്പോൾ ഖത്തർ വിസ സെൻറ്ററിലേക്ക് നമ്മൾക്കൊരു സ്പോൺസർ ഉണ്ടെങ്കിൽ ആ സ്പോൺസറാണ് നമുക്ക് സ്ലോട്ട് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ സ്പോൺസർ നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള സ്ലോട്ട് ബുക്ക് ചെയ്തിട്ട് നമ്മൾ ആ ദിവസം ആ ഖത്തർ വിസ സെൻറ്ററിൽ എത്തുകയും പ്രയർ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും നമുക്ക് തന്നിരിക്കുന്ന സ്ലോട്ടിൽ എത്തണം. അപ്പം ഖത്തർ വിസ സെൻറ്റർ കേരളത്തിലുള്ളവർക്ക് അത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്തുള്ള കൊച്ചി എടപ്പള്ളിക്ക് സമീപമുള്ള ചങ്ങമ്പുഴ പാർക്ക് എന്നുള്ള സ്ഥലത്താണ്. കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ കൊച്ചിൻ മെട്രോയിൽ കയറി ചങ്ങമ്പുഴ പാർക്ക് എന്ന മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ തൊട്ട് താഴെ നാഷണൽ ബിൽഡേഴ്സ് എന്ന് പറയുന്ന ഒരു കെട്ടിടമുണ്ട്. അതിൽ ആണ് ഖത്തർ വിസ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഖത്തർ വിസ സെൻറ്ററിലേക്ക് നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന സ്ലോട്ടിന് അരമണിക്കൂർ മുമ്പേ എത്തിച്ചേരുക. ഇപ്പം നമ്മൾ എത്തിച്ചേരുമ്പോൾ നമ്മൾ കയ്യിൽ കരുതേണ്ടത് പാസ്പോർട്ടും അതുപോലെ തന്നെ ഖത്തർ വിസ സെൻറ്ററിൻ്റെ സ്ലോട്ട് ബുക്ക് ചെയ്തിട്ടുള്ള കൺഫർമേഷൻ പേപ്പറുമായിട്ട് വേണം നമ്മൾ എത്തുവാൻ. അപ്പം നമുക്ക് ഇവ രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് എൻട്രി അവരുടെ മെയിൻ ഗേറ്റിൽ നമുക്ക് കിട്ടും. നമ്മൾ ആ സമയത്ത് ചെല്ലുമ്പം എൻട്രി കിട്ടി കഴിയുമ്പോൾ ഒരു ക്ലോക്ക് റൂമിൽ കയറി നമ്മുടെ വസ്തുവകകളെല്ലാം അവിടെ നമ്മൾ നിക്ഷേപിക്കുന്നു. തുടർന്ന് നമ്മളൊരു വെയിറ്റിംഗ് ലോഞ്ച് ഏരിയയിലേക്ക് നമ്മളെ ഇരിക്കുക. ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് നമ്മുടെ പേര് വിളിച്ചു കഴിയുമ്പോൾ നമ്മൾ അവിടെ റിപ്പോർട്ട് ചെയ്യണം. ഹെൽപ്പ് ഡെസ്കിലേക്ക് ചെല്ലുമ്പോഴേക്കും നമ്മളോട് പാസ്പോർട്ടും അതുപോലെ തന്നെ നമ്മുടെ കൺഫർമേഷൻ സ്ലോട്ട് ബുക്ക് ചെയ്തിരിക്കുന്ന പേപ്പറും കാണിക്കാൻ പറയും. ഇവ രണ്ടും കാണിച്ചു കഴിയുമ്പോൾ അവയിലുള്ള പേര്, പാസ്പോർട്ട് നമ്പർ എന്നിവയൊക്കെ സെയിം ആണോ എന്ന് ഉറപ്പുവരുത്താനാണ് ആ പ്രോസസ്സിങ് നടക്കുന്നത്. ജസ്റ്റ് ഫോർ യുവർ ഇൻഫർമേഷൻ, നമ്മുടെ പേര് അല്ലെങ്കിൽ ലാസ്റ്റ് നെയിം എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ അത് നമ്മുടെ ആപ്ലിക്കേഷൻ തടസ്സപ്പെടുത്തി അത് വീണ്ടും റീബുക്ക് ചെയ്യാനുള്ള ഒരു അവസരം വന്നേക്കാം. വളരെ ചുരുക്കമായിട്ട് മാത്രമേ അത് കണ്ടിട്ടുള്ളൂ, എങ്കിലും വന്നേക്കാം. അപ്പോൾ അതിനുശേഷം നമുക്കൊരു ടോക്കൺ തരും. അപ്പം നമ്മൾ ആ വെയിറ്റിംഗ് ലോഞ്ച് ഏരിയയിൽ പോയിരിക്കുന്നു. ഇനി നമ്മുടെ മെയിൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ QVC അല്ലെങ്കിൽ ഇതിൻ്റെ മെഡിക്കൽ ചെക്കപ്പ് എന്ന് പറയുന്നത് ഇതിനെ 3ആയിട്ട് തരംതിരിക്കാം. ഫിസിക്കലുണ്ട്, അതുപോലെ തന്നെ നമുക്ക് വാക്സിൻ തരുന്നുണ്ട്, പിന്നെ നമ്മുടെ എക്സ്റേ എടുക്കുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ മെഡിക്കൽ ടെസ്റ്റിനെ നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. അപ്പം ആദ്യമേ ഇതിനെല്ലാം മെഡിക്കൽ ടെസ്റ്റിന് നമ്മൾ പോകുന്നതിന് മുൻപ് നമ്മളെ ഒരു ക്യാബിനിലേക്ക് നമ്മളെ വിളിച്ചു വരുത്തുകയും നമ്മുടെ ഫിംഗർ പ്രിൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്യുകയും ചെയ്യും. നമ്മുടെ ഫിംഗർ പ്രിൻറ്റ്സ് 10 വിരലിൽ നിന്നും ഫിംഗർ പ്രിൻറ്റ്സ് എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ കമ്പനി സ്പോൺസർ ചെയ്തിട്ട് പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ കമ്പനിയുടെ ഓഫർ ലെറ്റർ അവിടെയുള്ള ഉദ്യോഗസ്ഥൻ വായിച്ചു തരികയും ചെയ്യാറുണ്ട്. അപ്പോൾ അത് നമ്മൾ ഓക്കെ ആണെങ്കിൽ നമുക്കവിടെ ഓഫർ ലെറ്ററിൽ സൈൻ ചെയ്യാനുള്ള ഒരു അവസരവും ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം QVCയുടെ ഉള്ളിൽ തന്നെ നമുക്കൊരു സിം അവിടെ ഖത്തറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സർവീസ് പ്രൊവൈഡർ ആയിട്ടുള്ള വോഡാഫോണിൻ്റെ ഒരു സിം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ദാതാവിനെയും നമുക്കവിടെ പരിചയപ്പെടാൻ സാധിക്കുന്നുണ്ട്. അപ്പം അവിടെ നിന്ന് നമുക്ക് സിമ്മും കിട്ടി, അതുപോലെ തന്നെ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ്സ് നമ്മൾ രജിസ്റ്റർ ചെയ്തു, അതുപോലെ ഫോട്ടോ എടുത്തു, അതുപോലെ തന്നെ ഓഫർ ലെറ്റർ സൈൻ ചെയ്തു. ഇതൊക്കെയാണ് പ്രൈമറി പ്രോസസ്സിനകത്ത് QVC ഖത്തർ വിസ സെൻറ്ററിൽ നമ്മളൊരു സ്ലോട്ട് ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ സംഭവിക്കുന്നത്. ഇതിനുശേഷം നമ്മൾ അടുത്ത സെക്കൻഡറി ലോഞ്ചിലേക്ക് നമ്മളെ പോകുന്നു. അപ്പോഴും അവിടെ ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അവിടുത്തെ ഹെൽപ്പ് ഡെസ്കിലുള്ള അവരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പം നമുക്ക് നമ്മുടെ സ്ലോട്ട് പറയുന്നു, ഇന്ന സ്ഥലത്ത് പോയിരിക്കുക നമ്മളോട് നിർദ്ദേശിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞിരുന്നു മെഡിക്കലാണ് തുടർന്നുള്ള ഭാഗം. മെഡിക്കൽ എന്ന് പറയുന്നത് 3ആയിട്ട് അതിനെ നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. ആദ്യമേ ജനറൽ ടെസ്റ്റുകളുണ്ട്, പിന്നെ ഫിസിഷ്യനെ നമ്മൾ കാണണം, പിന്നെ ചെസ്റ്റ് എക്സ്റേ. ഇതിൻ്റെ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയെന്ന് വരാം. പൊതുവെ ആദ്യമേ നമ്മൾ ചെയ്യുന്നത് ജനറൽ ടെസ്റ്റാണ്. ജനറൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൈറ്റ്, വെയിറ്റ് എന്നിവയൊക്കെ നോക്കുന്നു, ബോഡി മാസ് ഇൻഡെക്സ് എന്നിവയൊക്കെ പരിശോധിക്കപ്പെടുന്നുണ്ട്.
ബോഡി മാസ് ഇൻഡെക്സ് ഓവർ വെയ്റ്റോ അണ്ടർ വെയ്റ്റോ ആയാൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കമായിട്ടേ പ്രശ്നങ്ങൾ കാണാറുള്ളൂ. ഞാനിപ്പോൾ ഓവർ വെയ്റ്റ് ആയിരുന്നു, പക്ഷേ എൻ്റെ ഇത് കുഴപ്പമില്ലാതെ പോയി. അപ്പം നമ്മളൊക്കെ ഒരു ഭയത്തോടു കൂടിയായിരുന്നു കയറിയത്. അതിൻ്റെ ഒരു ആവശ്യമില്ല. അവിടെ ജസ്റ്റ് അവർ നമ്മുടെ ഹൈറ്റും വെയ്റ്റും മാത്രമേ നോക്കുന്നുള്ളൂ എന്നുള്ളത് പ്രത്യേകം മെൻഷൻ ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഹൈറ്റും വെയ്റ്റും നോക്കുന്നു, പ്രഷർ നോക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ അതിനുശേഷം നമുക്ക് 2 വാക്സിൻസ് അവർ തരുന്നുണ്ട്. അത് നോർമൽ ആയിട്ടുള്ള വാക്സിൻസ് തന്നെയാണ്. അപ്പം ചിലപ്പോൾ ചിലവർക്കൊക്കെ ആ വാക്സിൻ എടുത്തു കഴിയുമ്പോൾ ചെറിയ രീതിയിലുള്ള പനി ഒക്കെ അനുഭവപ്പെടുന്നത്. മീസിൽസിൻ്റെ ആണ് ഒരു വാക്സിന്, മറ്റൊരു വാക്സിൻ്റെ പേര് ഞാനിപ്പോൾ മറന്നുപോയി. അതിനുശേഷം നമ്മൾ പോകുന്നത് ചെസ്റ്റ് എക്സ്റേ ആണ്. ചെസ്റ്റ് എക്സ്റേ മറ്റ് രാജ്യങ്ങളിലൊക്കെ ചെസ്റ്റ് എക്സ്റേ ആണ് പലർക്കും ഫെയിലായി പോയി കേട്ടിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ചെസ്റ്റ് എക്സ്റേ ജസ്റ്റ് ഇൻ കേസ് നമ്മുടെ ഫെയിൽ ആവുകയാണെങ്കിൽ നമുക്കത് റീ അറ്റംപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം നമ്മൾ ചെസ്റ്റ് എക്സ്റേക്ക് ആയിട്ട് അങ്ങോട്ട് കയറുന്നു. വളരെ നമ്മുടെ കാര്യങ്ങളൊക്കെ അഴിച്ചു വെക്കാൻ പറഞ്ഞ് ചെസ്റ്റ് എക്സ്റേക്ക് നമ്മൾ വഴങ്ങുന്നു. അത് കഴിയുന്നു. അപ്പം അതിനുശേഷം നമുക്കൊരു പേപ്പർ അപ്പം നമ്മുടെ കയ്യിലുണ്ട്. അപ്പം അതിലെല്ലാം ഇതെല്ലാം ചെക്ക്ഡ് എന്നുള്ളത് ടിക്ക് ചെയ്ത് നമുക്ക് തരുന്നുണ്ട്. ലാസ്റ്റ് നമ്മൾ ഫിസിഷ്യനെ കാണുന്നുണ്ട്. ഫിസിഷ്യൻ അപ്പം നമ്മുടെ ബോഡി തറവായിട്ട് ചെക്ക് ചെയ്യുന്നു. അൺഡ്രസ് ഏജ് തന്നെയാണ് നമ്മളെ നോക്കും. എവിടെയെങ്കിലും നമ്മുടെ എന്തെങ്കിലും എക്സ്ട്രാ ബൾജ് ചെയ്തിരിപ്പുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഏതെങ്കിലും പാർട്ട് സ്റ്റീലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ക്രോസ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് അവർ നോക്കുന്നത്. അതുപോലെ അവർ എന്തെങ്കിലും പ്രീവിയസ് മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മളോട് ചോദിച്ചറിയും. അപ്പം ഇതെല്ലാം നമുക്ക് ക്ലിയർ ആയി കഴിയുമ്പോൾ അവിടെയും നമുക്കൊരു ചെക്ക്ഡ് എന്ന് പറഞ്ഞ് സീൽ അടിച്ച് തരും. അപ്പം ഇതെല്ലാമായിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും ഹെൽപ്പ് ഡെസ്കിൽ പോയിട്ട് നമ്മുടെ ആ കംപ്ലീറ്റ് പ്രോസസ്സ് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മളോട് പൊതുവെ രാവിലെയാണ് നമ്മുടെ സ്ലോട്ടെങ്കിൽ നമ്മളോട് വൈകുന്നേരം 4:30 വരെ വെയിറ്റ് ചെയ്യാൻ, ഇൻ ആൻഡ് അറൗണ്ട് ആ ടൗണിൽ തന്നെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളോട് ആവശ്യപ്പെടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ജസ്റ്റ് ഇൻ കേസ് നമ്മുടെ മെഡിക്കൽ ഫെയിൽ ആവുകയോ അല്ലെങ്കിൽ റീടേക്കോ പറയുകയാണെങ്കിൽ ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ വീണ്ടും റീടേക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ QVC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇൻ കേസ് നാളെ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞാണ് നമ്മുടെ സ്ലോട്ടെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് കൂടി ചിലപ്പോൾ തിരിച്ച് വിളിപ്പിച്ചേക്കാം എന്നുള്ള രീതിയിലാണ് നമ്മളോട് അവർ പറയുന്നത്. പക്ഷെ അങ്ങനെ വളരെ ചുരുക്കം മാത്രമേ ഖത്തർ വിസ സെൻറ്ററിൽ മെഡിക്കൽ ടെസ്റ്റ് റീടെസ്റ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുള്ളൂ. അപ്പം ഞങ്ങളുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ ആ സമയത്ത് കമ്പനിയിലേക്ക് ഞങ്ങളുടെ ഒരു മൊത്തം ബാച്ച് എന്ന് പറയുന്നത് ഏകദേശം 62ഓളം കുട്ടികളായിരുന്നു. 62ഓളം ഉദ്യോഗാർത്ഥികളിൽ ഏകദേശം 4 പേർക്ക് മാത്രമാണ് റീടെസ്റ്റ് വിധിച്ചിരുന്നത്. അതിൻ്റെ അകത്ത് ഒരാൾ മാത്രമേ കൊച്ചിൻ QVCയിൽ നിന്നുണ്ടായിരുന്നത്. ഇത് ഓൾ ഇന്ത്യയിലുള്ളൊരു പ്ലേസ്മെന്റ് ഡ്രൈവിൽ വെച്ചാണ് ഞാൻ പറയുന്നത്. അപ്പം അതിൻ്റെ അകത്ത് ചെന്നൈ ഓപ്റ്റ് ചെയ്തവരുണ്ടായിരുന്നു, കൊൽക്കത്ത ഓപ്റ്റ് ചെയ്തവരുണ്ടായിരുന്നു. അപ്പം കൊച്ചിയിൽ 4 പേരിൽ ഒരാൾക്ക് മാത്രമാണ് റീടെസ്റ്റ് വന്നിരുന്നത്. അപ്പം റീടെസ്റ്റ് വന്നിരുന്നതിനുള്ള കാരണം ചിലപ്പോൾ എക്സ്റേ ക്ലിയർ അല്ലാതിരുന്നതിനാലാവാം, അല്ലെങ്കിൽ പ്രഷർ വേരിയിങ് ആയിരുന്നതിനാലാവാം. അല്ലാതെ വേറൊരു കേസസും അങ്ങനെ പൊതുവെ പറഞ്ഞ് കേട്ടിട്ടില്ല. അപ്പം ഇതൊക്കെയാണ് QVCയെ പറ്റി എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഖത്തർ വിസ സെൻറ്ററിനെ പറ്റി പല സ്ഥലങ്ങളിലും പലതരം വീഡിയോകൾ ഞാൻ കാണാനിടയായി. ഞാൻ യൂട്യൂബിൽ നമ്മളിപ്പോൾ പോകുന്നതിന് മുമ്പ് യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ പല അഭിപ്രായങ്ങളും കാണാനിടയായി. നമ്മളിൽ ചെറിയൊരു ഭയം ഉളവായിരുന്നു, ഇതിപ്പോൾ മെഡിക്കൽ പെട്ടെന്ന് ഫെയിൽ ആകുമോ, വീണ്ടും പൈസ മുടക്കേണ്ടി വരുമോ എന്നുള്ളത്. പിന്നെ ഖത്തർ വിസ സെൻറ്ററിൻ്റെ QVC മെഡിക്കൽ ടെസ്റ്റിന് ഏകദേശം നമ്മുടെ ഇന്ത്യൻ റുപ്പി 10,000 രൂപ അടുപ്പിച്ച് വരുന്നുണ്ട്. അപ്പം ചിലർ അത് അവർ സ്വന്തം കാശ് കൊണ്ടാണ് ഇടുന്നത്, ചിലർ കമ്പനി സ്പോൺസർ ചെയ്യുകയാണ് പൊതുവെ ചെയ്യാറുള്ളത്. ഈ ഖത്തർ നിയമപ്രകാരം ജോലിക്ക് പോകുന്ന ആൾക്ക് ഖത്തർ ജോലി തരുന്ന സ്പോൺസറാണ് മെഡിക്കലിൻ്റെ ടെസ്റ്റിനുള്ള പൈസ മുടക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ബുക്ക് ചെയ്യുന്ന സ്ലോട്ടിലുള്ളത്. ആ ഒരു സ്ലോട്ടിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ റിസൾട്ട് അറിയാൻ വേണ്ടി QVCയുടെ ആപ്പ് ഉണ്ട്, അതിൽ ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ QVC സ്റ്റാറ്റസ് എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വിസ നമ്പരും പാസ്പോർട്ട് നമ്പറും കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് സ്റ്റാറ്റസ് അറിയാൻ പറ്റും. നമ്മുടെ മെഡിക്കൽ ടെസ്റ്റ് സക്സസ് ആയോ അല്ലെങ്കിൽ മെഡിക്കൽ ടെസ്റ്റ് റീടെസ്റ്റിന് വിധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇനി നമ്മുടെ വിസ റെഡി ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യണമെങ്കിൽ MOE എന്ന് ടൈപ്പ് ചെയ്ത് ഖത്തർ ഗവൺമെൻറ് MOE എന്ന് ടൈപ്പ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ വിസ നമ്പരും
പാസ്പോർട്ട് നമ്പറും നമ്മൾ ക്യാപ്ച അടിച്ച് കയറി കഴിയുമ്പോൾ നമ്മുടെ വിസ റെഡി ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വെരിഫൈ ചെയ്യാനുമുള്ള ഓപ്ഷൻ ആ സൈറ്റിൽ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് QVCയെ പറ്റി എനിക്ക് പറയാനുള്ളത്. നമ്മൾ പല ഭാഗത്തും പല യൂട്യൂബിലാണെങ്കിലും സോഷ്യൽ മീഡിയാസിലാണെങ്കിലും ഖത്തർ വിസ സെൻറ്ററിനെ പറ്റി പലതരം വീഡിയോകൾ, അതായത് ഇപ്പം നല്ലതുണ്ട് മോശമുണ്ട്, ഒരുപാട് പേർക്ക് പോയിട്ടുണ്ടെന്നുള്ള രീതിയിലൊക്കെ വീഡിയോസ് കാണാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പലർക്കും ഞാൻ ഉൾപ്പെടെ ഒരു ഭയത്തോടു കൂടിയാണ് നമ്മൾ ഇതിനെ സമീപിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല. ഇപ്പോൾ കഴിഞ്ഞ ഒരാൾക്ക് അത് പറയാൻ പറ്റും. എൻ്റെ ഈ കഴിഞ്ഞ മാസമാണ് എൻ്റെ മെഡിക്കൽ ടെസ്റ്റ് കഴിഞ്ഞത്. അപ്പം വളരെ കുഴപ്പമൊന്നും ഇല്ലാതെ തന്നെ പോയി. അല്പം പേടി ഉണ്ടായിരുന്നു, പക്ഷെ പേടിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല. അപ്പം അതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ബൈ. താങ്ക് യു.